വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇതൊരു വലിയൊരു മൊഡ്യൂളായതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മളതിനെ ഓരോ പാർട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫസ്റ്റ് പാർട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ബേസിക്കലി നമ്മൾ ഈ ഒരു 10th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റ് തന്നെ കൂടുതൽ വരുന്നത്. സിമ്പിളാണ്, ജസ്റ്റ് നമുക്ക് ആ ടോപ്പിക്സ് നോക്കി പോയാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്താണ് നാച്ചുറൽ റിസോഴ്സസ്? നാച്ചുറൽ റിസോഴ്സസ് ആർ ദ മെറ്റീരിയൽ ഫ്രം ദ എർത്ത് ദാറ്റ് ക്യാൻ ബി യൂസ് സപ്പോർട്ട് ലൈഫ് ആൻഡ് മീറ്റ് പീപ്പിൾസ് നീഡ്. നമ്മുടെ എർത്തിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കോൾ, സ്റ്റോൺ, വാട്ടർ, ഫോറസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിഫിഷ്യലായിട്ട് ഹ്യൂമൻ ഉണ്ടാക്കാത്ത റിസോഴ്സുകളാണ് നാച്ചുറൽ റിസോഴ്സസ്. ഇനി നമ്മുടെ ഈ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 2 എണ്ണം ഉള്ളത്. ഏതൊക്കെയാണ്? റിന്യൂവബിൾ റിസോഴ്സസും നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമുക്ക് പിന്നെ റിന്യൂ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്താലും തീർന്നു പോവാത്തതായിട്ടുള്ള റിസോഴ്സുകളാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്ലാന്റ്, ആനിമൽ, സൺലൈറ്റ്, വിൻഡ്. ഇതൊന്നും തന്നെ എന്താണ്? തീർന്നു പോവില്ല. നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്താണ്? പെട്ടെന്ന് തീർന്നു പോകുന്ന, അല്ലെങ്കിൽ അതൊരു നമ്മൾ യൂസ് ചെയ്യും തോറും അതിൻ്റെ സംഭവം തീർന്നു പോകും. കാരണം ഇത് ലോങ് ടൈം എടുത്ത് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഇത് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? മിനറൽ, ഫ്യുവൽ, പെട്രോളിയം, ഇതെല്ലാമാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? റിന്യൂവബിളും നോൺ റിന്യൂവബിളും. ഓക്കെ, ഇനി നാച്ചുറൽ റിസോഴ്സുകളുടെ നമുക്ക് ഓരോ റിസോഴ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ പഠിക്കുന്നതാണ് ഫോറസ്റ്റ് റിസോഴ്സ്. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയുണ്ട് നോക്കാം. ഫോറസ്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ് റിന്യൂവബിൾ റിസോഴ്സ്. അപ്പോൾ ഫോറസ്റ്റ് റിസോഴ്സ് പറഞ്ഞാൽ എവിടെയാണ്? റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ കീഴിലാണ്. അതുപോലെ എന്തൊക്കെ നമുക്ക് ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? വുഡ്, ഓക്സിജൻ, ക്ലൈമറ്റ് റെഗുലേഷൻ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു? നമുക്ക് സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്താണ്? ദ ട്രൈബ് ഗെറ്റ് ഫുഡ്, മെഡിസിൻ ആൻഡ് മെനി അതർ സപ്പോർട്ട് ഫ്രം ദ ഫോറസ്റ്റ്. അതുപോലെ നമുക്കറിയാം ഫോറസ്റ്റിൽ താമസിക്കുന്ന ട്രൈബ്സാണ്. അവർക്ക് വേണ്ട ഫുഡും മെഡിസിനും അവരുടെ ഷെൽട്ടർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന ഫോറസ്റ്റാണ്. പിന്നെ അടുത്തത് എന്താണ്? ഡീഫോറസ്റ്റേഷൻ. ഇതെപ്പോഴും 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. എന്താണ് ഡീഫോറസ്റ്റേഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ റെക്ലെസ് ഫെല്ലിംഗ് ഓഫ് ട്രീ ബൈ മാൻ ഫോർ ദ വാണ്ട്സ് ആൻഡ് നീഡ്സ്. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മരത്തിനെ മുറിച്ച് കളയുന്നതിന് നമ്മൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. Forests are burned and cut down for various reasons like clearing land for agriculture, harvesting timber, urbanization, etc. അപ്പോൾ ഈ പറയുന്ന ഫോറസ്റ്റ് ഫുള്ളും കത്തി നശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്ലിയർ ചെയ്യും. എന്തിനു വേണ്ടി? അഗ്രികൾച്ചർ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്താൽ ലൈക്ക് മരം മുറിച്ച് കാശിട്ട് നല്ല ടിമ്പറിന് വേണ്ടിയോ, അല്ലെങ്കിൽ അർബണൈസേഷൻ നമുക്ക് ബിൽഡിങ്സ് പണിഞ്ഞ് സിറ്റി ആക്കാനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഫോറസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്യും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ്. സോയിൽ ഇറോഷൻ ഉണ്ടാവും, ഡെസേർട്ട് എക്സ്പാൻഡ് ആവും, അതുപോലെ തന്നെ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ. എന്താണ്? നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ ഈ ലൈക്ക് ഫോറസ്റ്റൊക്കെ വെട്ടിക്കളയുമ്പോൾ അവിടുത്തെ ലാൻഡിലെ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഫെർട്ടൈൽ ലാൻഡ് തേടി അവർ വേറൊരു സ്ഥലത്തേക്ക് പോകും. ഡിക്രീസ് ഇൻ റെയിൻഫോൾ, ലോസ് ഓഫ് ഫെർട്ടൈൽ ലാൻഡ്, എഫക്റ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. കൃത്യസമയത്ത് മഴ വേണമെന്നില്ല, ഭയങ്കര ചൂട് കൂടുതലായിരിക്കും. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നു. പിന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ച് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ ഫോറസ്റ്റ് എല്ലാം വെട്ടി നിരത്തുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീഫോറസ്റ്റേഷൻ്റെ എഫക്ട്സ് നോക്കി. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് മൈനിങ് ആണ്. മൈനിങ് എന്താണ്? മൈനിങ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് യൂസ്ഫുൾ മെറ്റീരിയൽ ഫ്രം ദ എർത്ത്. എർത്തിൽ നിന്ന് നമുക്ക് വേണ്ട യൂസ്ഫുൾ മെറ്റീരിയൽ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് മൈനിങ് എന്നുള്ളത്. അപ്പോൾ ഈ മൈനിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ എർത്തിനുണ്ടാവുക? ഡീഗ്രഡേഷൻ ഓഫ് ലാൻഡ് ചീത്തയാവുന്നു. പൊല്യൂഷൻ ഓഫ് സർഫേസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ ഈ മണ്ണൊക്കെ കുഴിച്ച് കളയുമ്പോൾ എന്താണ്? ആ സർഫേസ് ലാൻഡ് ഫുള്ളും പൊല്യൂട്ട് ആവുകയും ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ആവുകയും ചെയ്യുന്നു. എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു, പൊടിയൊക്കെ പടർന്ന് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു. അതുപോലെ ലോവറിങ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലിൻ്റെ ലെവൽ കുറയുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് മൈനിങ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് റിസോഴ്സ് എന്നാണ് ഫോറസ്റ്റ് റിസോഴ്സിലൂടെ പഠിച്ചത്. ഇനി രണ്ടാമത്തെ റിസോഴ്സാണ് വാട്ടർ റിസോഴ്സ്. വാട്ടർ റിസോഴ്സ് റെഫേഴ്സ് ടു നാച്ചുറൽ റിസോഴ്സ് ഓഫ് വാട്ടർ ദാറ്റ് ആർ പൊട്ടൻഷ്യലി യൂസ്ഫുൾ ആസ് എ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. അപ്പോൾ നമുക്ക് വേണ്ട വെള്ളത്തിന് സപ്ലൈ കിട്ടുന്ന ഒരു സോഴ്സാണ് വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. About 97% of the water is mainly salty and only 3% is fresh. അപ്പോൾ നമ്മുടെ എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സിൽ 97% വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ്, അത് ഭയങ്കര സോൾട്ടിയാണ്, നമുക്ക് കുടിക്കാനും ഉപയോഗിക്കാൻ പറ്റില്ല. ആകെ 3% വാട്ടർ മാത്രമാണ് ഫ്രഷ് വാട്ടറായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഈ വാട്ടർ സോഴ്സുകൾ ഏതൊക്കെയാണ്? വേരിയസ് ഈ ഫ്രഷ് വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ്? ലേക്സ്, പോണ്ട്സ്, റിവർ, സ്ട്രീംസ് ഒക്കെയാണ് നമുക്ക് ഫ്രഷ് വാട്ടർ കിട്ടുന്ന സോഴ്സുകൾ. അടുത്ത ഡാം, വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡാം ഈസ് എ സ്ട്രക്ചർ ബിൽഡ് അക്രോസ് എ റിവർ ഓർ സ്ട്രീം ടു ഹോൾഡ് ബാക്ക് വാട്ടർ. അപ്പോൾ വെള്ളത്തിനെ തടഞ്ഞു വയ്ക്കുന്ന, അല്ലെങ്കിൽ ഒരു റിവറിൽ നിന്നൊക്കെ വെള്ളം തടഞ്ഞു വയ്ക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഡാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡാം ആർ മെയിൻലി കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ സർപ്ലസ് വാട്ടർ വിച്ച് ക്യാൻ ബി യൂസ് ഫോർ ഇറിഗേറ്റിംഗ് ലാൻഡ്സ്. അപ്പോൾ ഡാംസ് എന്ത് ചെയ്യുന്നു, നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴക്കാലത്തൊക്കെ ആ എക്സസ് വരുന്ന വെള്ളത്തിനെല്ലാം തന്നെ അവർ സ്റ്റോർ വയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് എന്താണ്, ഈ സമ്മർ സീസണിലേക്ക് ഇറിഗേഷനൊക്കെ വേണ്ടി അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡാംസിന് ബെനിഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസും ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ തന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെ വെക്കാം? 4 ബെനിഫിറ്റ്സാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമത് പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. നമുക്കറിയാം എന്താണ്, നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഫ്ലഡ് കൺട്രോൾ ആൻഡ് സോയിൽ പ്രൊട്ടക്ഷൻ. നല്ല മഴ വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഫ്ലോ കുറച്ച് വെള്ളത്തിന് സ്റ്റോർ ഉണ്ട്, തന്നെ കുറച്ച് വെള്ളം മാത്രം ഒഴുകിപ്പോവുള്ളൂ. അങ്ങനെ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇയർ റൗണ്ട് വാട്ടർ സപ്ലൈ. ഇങ്ങനെ വാട്ടർ സ്റ്റോർ എന്ന് വെക്കണമെന്ന് തന്നെ എന്താണ്, സമ്മർ സീസണിൽ ഇങ്ങനെ വരൾച്ചയൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ സമയത്തും ഈ വെള്ളം അവൈലബിൾ ആയിരിക്കും. ഫോർ ഫിഷ് നഴ്സറീസ്. അതുപോലെ ഡാമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫിഷ് കൾട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഡാമിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി എന്തൊക്കെയാണ് പ്രോബ്ലംസ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഡ്യൂറിങ് ഡാം കൺസ്ട്രക്ഷൻ. ഈ ഡാം പണിയുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാവരും മാറ്റണം. കാരണം നല്ലൊരു ഏരിയ വേണം ഡാം പണിയാൻ വേണ്ടി. അങ്ങനെ ആൾക്കാരൊക്കെ മാറ്റേണ്ടി വരും. ഡാം ഡിസ്റ്റർബ് ദ ലോക്കൽ എക്കോസിസ്റ്റം. അത്രയും നാൾ ഒരു തടസ്സമില്ലാണ്ട് ഒഴുകിക്കൊണ്ടിരുന്ന പുഴ നിൽക്കുന്നു, അവിടെ ഒരു തടസ്സം വരുന്നു. അങ്ങനെ ആ ഒരു ഏരിയയിലെ എക്കോസിസ്റ്റം തന്നെ ആകെ മാറിപ്പോവാണ്, അതൊരു ഡിസ്റ്റർബ് ചെയ്യാണ്. പിന്നെന്താണ്, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ മാറാണ്. പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ബ്ലോക്കിന് ഇപ്പുറത്തെ സ്ഥലത്ത് ഫുള്ള് വെള്ളം കൂടും, ആ സൈഡിലേക്ക് വെള്ളം കുറവുമായിരിക്കും. അങ്ങനെ ഒരു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ലെവലല്ലാണ്ട് പോകുന്നു. റിസർവോയേഴ്സ് ഓഫർ എമിറ്റ്സ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ റിസർവോയേഴ്സും ഡാംസൊക്കെ മിക്കപ്പോഴും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഡാംസിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എന്താണ് ഡാം, ഡാമിൻ്റെ ബെനിഫിറ്റ്സും പ്രോബ്ലംസും. ഓക്കെ, അടുത്ത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റിസോഴ്സാണ് മിനറൽ റിസോഴ്സ്. മിനറൽ ഈസ് എ നാച്ചുറലി ഒക്കറിങ് സബ്സ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് കെമിക്കൽ കമ്പോണൻസ്. അപ്പോൾ എന്താണ്, നമ്മുടെ എർത്തിൽ നാച്ചുറലി ഉണ്ടാവുന്ന സബ്സ്റ്റൻസ്, ലൈക്ക് കെമിക്കൽ കമ്പോണൻസ് കൊണ്ട് നാച്ചുറലി ഉണ്ടാവുന്ന സബ്സ്റ്റൻസാണ് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മിനറൽസ് ആർ ഫോംഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇൻ ദ എർത്ത് ക്രസ്റ്റ്. അപ്പോൾ എന്താണ്, കുറേ കാലയളവ് എടുത്ത് അല്ലെങ്കിൽ കുറേ ടൈം എടുത്ത് ഉണ്ടാവുന്ന ഒന്നാണ് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസാണ് അയൺ, അലൂമിനിയം, സിങ്ക്. ഇപ്പോൾ ഇതെല്ലാം എന്താണ്, മിനറൽസിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി എന്തിനൊക്കെ വേണ്ടിയാണ് മിനറൽസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? നമുക്ക് ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, വെപ്പൺസ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കാം, മെഷീനറി ഉണ്ടാക്കാൻ, ജ്വല്ലറി ഉണ്ടാക്കാൻ, എല്ലാത്തിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ മിനറൽസ് യൂസ് ചെയ്യാം. അടുത്താണ് ഫുഡ് റിസോഴ്സ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഓൾ ദ ഓർഗാനിസം ഓൺ ദ എർത്ത്. അല്ലേ, നമ്മുടെ എർത്തിൽ ജീവിക്കുന്ന എല്ലാ ഓർഗാനിസം ഒന്നില്ലെങ്കിൽ ആനിമൽസും ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ പ്ലാന്റ്സും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഫുഡ് ഒബ്റ്റെയിൻ ഫ്രം ആനിമൽ ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഇൻക്ലൂഡ് ഫിഷ്, മിൽക്ക്, മീറ്റ്. അപ്പോൾ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ തരുന്നത്. അതിലെന്തൊക്കെയുണ്ട്, ഫിഷ് വരും, മിൽക്ക് വരും, മീറ്റ് വരും. വെറാസ് plants provide us with fruits and vegetables which are an important source of fiber, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ആ പ്ലാന്റ്സ് നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നമുക്ക് ഫൈബേഴ്സും പ്രോട്ടീൻസും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ പറയുന്ന ഫുഡ് റിസോഴ്സസിൽ 2 ടേം പഠിക്കാനുണ്ട്, അണ്ടർ നറിഷ്മെൻറ്റും മാൽ നറിഷ്മെൻറ്റും.
അപ്പോൾ എന്താണ് അണ്ടർ നറിഷ്മെൻറ്റ്? ഈസ് എ ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് കലോറി ഇൻ അവൈലബിൾ ഫുഡ് സോ ദാറ്റ് വൺ ഹാസ് ലിറ്റിൽ ഓർ നോ എബിലിറ്റി ടു മൂവ് ഓർ വർക്ക്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള കലോറീസ് ഇൻടേക്ക് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ഒന്നിനും തന്നെ താല്പര്യം ഉണ്ടാവില്ല, വളരെ നമ്മൾ ക്ഷീണിതയായിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് അണ്ടർ നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി മാൽ നറിഷ്മെൻറ്റ് എന്നാണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് വേണ്ട വിറ്റാമിൻസും പ്രോട്ടീൻസും അങ്ങനെയുള്ള കെമിക്കൽ എലമെൻറ്റ്സ് നമുക്ക് വേണ്ട ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ ഇല്ലാണ്ട് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മാൽ നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കിട്ടിയോ? ഇനി നെക്സ്റ്റ് ആണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. എന്താണ് ഫെർട്ടിലൈസേഴ്സ്? ദേ ആർ മെയിൻലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലാന്റ്സിന് അടിച്ചെടുക്കുന്ന സാധനമാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദേ ക്യാൻ ഈസിലി സ്റ്റോർ, ഹാൻഡിൽ, അപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട്. നമുക്ക് സുഖമായിട്ട് സ്റ്റോർ വയ്ക്കാൻ പറ്റും, നമുക്കത് ഉപയോഗിക്കാൻ എളുപ്പമാണ്, അതുപോലെ നമുക്കത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ദേ ആർ ലോവർ റിസ്ക് ഓഫ് കണ്ടാമിനേഷൻ. പെസ്റ്റിസൈഡ്സ് വെച്ച് നോക്കുമ്പോൾ ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മുടെ വാട്ടറിനെ സോയിലിനെ ഒന്നും തന്നെ നശിപ്പിക്കുന്നില്ല. ഇനി പെസ്റ്റിസൈഡ്സ് എന്താണ്? പെസ്റ്റിസൈഡ്സ് ആർ ദ കമ്പോണൻസ് വിച്ച് ആർ യൂസ്ഡ് ടു കിൽ ഓർ ഡിസേബിൾ ദ പെസ്റ്റ്. പെസ്റ്റിനെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയാണ് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത്. ഓൾ അഗ്രികൾച്ചർ സഫർ ഫ്രം പെസ്റ്റ്. നമുക്കറിയാം ഏത് അഗ്രികൾച്ചർ ആയിക്കോട്ടെ അവിടെ എന്തുണ്ടാവും, പെസ്റ്റ് ഉണ്ടാവും. ദ മേജർ അഗ്രികൾച്ചർ പെസ്റ്റ് ആർ ഇൻസെക്ട്സ്, സ്മോൾ വോംസ്, വീഡ്സ് എക്സെട്ര. നമ്മൾ ചെടിയുടെ മേത്ത് വരുന്ന ഇൻസെക്ട്സും ചെറിയ ചെറിയ വോംസും വീഡ്സ് ഒക്കെയാണ് ഈ പെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചെടിയൊക്കെ തിന്ന് തീർത്ത് നശിപ്പിക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇനി അഞ്ചാമത്തെ റിസോഴ്സാണ് എനർജി റിസോഴ്സ്. എനർജി റിസോഴ്സിന് നമുക്ക് കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തെയാണ് കൊമേഴ്ഷ്യൽ ഫ്യൂവൽ. കൊമേഴ്ഷ്യൽ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസാണ് കൊമേഴ്ഷ്യൽ ഫ്യൂവലിൽ വരുന്നത്. നോൺ കൊമേഴ്ഷ്യൽ ഫ്യൂവൽ എന്താണ്? കൗ ഡങ്ക്, അഗ്രികൾച്ചർ വേസ്റ്റ്, ഫ്യൂവൽ വുഡ്, ഇതൊക്കെയാണ് നോൺ കൊമേഴ്ഷ്യൽ ഫ്യൂവൽ. പ്രൈമറി എനർജി ഫ്യൂവൽ. പ്രൈമറി എനർജി നമ്മൾ നമ്മുടെ എർത്തിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്ന ഫ്യൂവലാണ് പ്രൈമറി എനർജി ഫ്യൂവൽ എന്ന്, അല്ലെങ്കിൽ പ്രൈമറി എനർജി റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്ന ഫോസിൽ ഫ്യൂവൽ, ന്യൂക്ലിയർ എനർജി, വാട്ടർ, സോളാർ, വിൻഡ്, ഇതെല്ലാമാണ് പ്രൈമറി എനർജി റിസോഴ്സിൽ വരുന്നത്. സെക്കൻഡറി എന്താണ്? പ്രൈമറി എനർജി റിസോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഒരു റിസോഴ്സാണ് സെക്കൻഡറി എനർജി റിസോഴ്സ്. ഇതിന് എക്സാമ്പിളാണ് പെട്രോളിയം, ഡീസൽ. നമ്മൾ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവലൊക്കെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തിട്ടാണ് പെട്രോളിയം, ഡീസലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് നോൺ റിന്യൂവബിൾ റിസോഴ്സ്. കനോട്ട് ബി റിന്യൂഡ് വൺസ് ദേ ആർ യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോൺ റിന്യൂവബിൾ ആണ്, നമുക്ക് പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു, അങ്ങനെയുള്ളതിനാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറേ ടൈം എടുക്കും. ഓക്കെ. ഇനി റിന്യൂവബിൾ റിസോഴ്സ്, ദേ ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് വി യൂസ് ദം. ദർ അവൈലബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. സോളാർ, വിൻഡ്, വാട്ടർ എക്സെട്ര. നമുക്ക് യൂസ് ചെയ്താൽ പിന്നെയും അതവിടെ തന്നെ ഉണ്ടാവും. അതാണ് റിന്യൂവബിൾ റിസോഴ്സ്. ഇപ്പോൾ സോളാർ, വിൻഡ് ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, അതൊന്നും തന്നെ തീർന്നു പോകുന്നതല്ല. ഓക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തത്. ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ടോപ്പിക്സും ഭയങ്കരമായിട്ട് വലിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലായി തന്നെ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ. ഓക്കെ, താങ്ക് യു.